ഗുഡ് മോർണിംഗ് പ്രയറിലേക്ക് സ്വാഗതം. ചോദിക്കുവിൻ, അന്വേഷിപ്പിൻ, മുട്ടുവിൻ. ചോദിക്കുന്ന ഏവനും ലഭിക്കും, മുട്ടുന്ന ഏവനും വേണ്ടി തുറക്കും, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും. അന്വേഷിക്കുന്നവനും ചോദിക്കുന്നവനും മുട്ടുന്നവനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. അങ്ങനെ ഒരു ദൈവത്തെ നാം സേവിക്കുന്നത്. അങ്ങ് അകലെ എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവത്തെ അല്ല, വിളിക്കുമ്പോൾ, ഞാനും നിങ്ങളും വിളിക്കുമ്പോൾ ഉത്തരമരുളുന്ന ഒരു ദൈവത്തെ നാം സേവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ നല്ല പിതാവായ ദൈവം, നമ്മളെ കേൾക്കുന്ന, നമ്മളെ കാണുന്ന, നമുക്ക് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുന്ന ആ ദൈവത്തെ നമുക്ക് ഒരു മനസ്സോടെ നമ്മുടെ ഭവനങ്ങളിലിരുന്ന് ആരാധിക്കാം. ഇന്ന് ഒരു ആരാധന ഉയരട്ടെ സ്വർഗത്തിലേക്ക്. ഇന്ന് മഹത്വം ഉയരട്ടെ, ദൈവത്തിന് മഹത്വം ഉയരട്ടെ, ഇന്ന് പുകഴ്ചകൾ ഉയരട്ടെ. അതെ, നമ്മുടെ വായകൾ തുറന്ന് ദൈവത്തെ പാടി നമുക്ക് മഹത്വപ്പെടുത്താം. ഹൃദയം കൊണ്ട് ദൈവത്തെ നമുക്ക് ആരാധിക്കാം. Praise the Lord. Ephesians chapter 2 verse 8 says, "For it is by grace that we have been saved. Yes, indeed, we are saved by His grace. But at times we do face problems. Even the present situation around us brings in so much of anxiety and uncertainties which makes us feel weak. But the Word of God says that even in these weak moments, His grace is sufficient for us. This morning, let's have the assurance that the Lord who brought us thus far will further lead us graciously. So let us together worship and celebrate His love and abundant grace upon our lives." All these times, broken and scarred, you was the one when did empty-handed, but not forsaken. I've been set free. I've been set free. Amazing grace, how sweet the sound that saved a wretch like me. Oh, I once was lost, but now I'm found. Was blind, but now I see. Oh, I can see now. Oh, I can see the love in your eyes, leading us raising up the broken Father, we want to thank you, Lord, for your abundant grace upon our lives.
This morning, even as we worship you, Daddy, we pray that every darkness and evil in and around us would be expelled. Daddy, we pray that your light will shine in and through our lives. Daddy, we need more of your grace. Let your grace abound. In Jesus' name we pray. Amen. Lord Jesus, we want to thank you, Lord, for your name is higher than any other name. Jehovah Nissi, we pray that the banner of victory would be raised up in our lives even as we lift up your name. Daddy, we pray that you would increase in us and you will prepare us for the days of proclamation and harvest. In Jesus' name we pray. Amen. എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഇന്നത്തെ വേദഭാഗ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാമത്തെ അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. മെസ്സേജിന്റെ ടൈറ്റിൽ ഗോഡ്സ് സൂപ്പർനാച്ചുറൽ പ്രൊവിഷൻ, ദൈവത്തിന്റെ അമാനുഷികമായ കരുതൽ. ആദ്യത്തെ വാക്യത്തിൽ പ്രവാചകനായിരിക്കുന്ന ഏലിയാവ് രാജാവായിരിക്കുന്ന അഹാബിനോട് പറയുന്ന ഒരു കാര്യം, പ്രവാചകൻ പറയാതെ ഇസ്രായേലിന്റെ മണ്ണിൽ മഞ്ഞും മഴയും 3 വർഷത്തേക്ക് പെയ്യുകയില്ലാത്തത്. എന്തുകൊണ്ടാണ് പ്രവാചകൻ അപ്രകാരമുള്ള ഒരു അരുളപ്പാട് പറയാൻ നിർബന്ധിതനായി? അതിന്റെ സാഹചര്യം നമ്മൾ കാണുന്നത് 16-ാമത്തെ അധ്യായത്തിന്റെ 29 മുതൽ 33 വരെയുള്ള വാക്യത്തിലാണ്. ഒമ്രിയുടെ മകനായിരിക്കുന്ന ആഹാബ് താൻ രാജസ്ഥാനത്തേക്ക് കടന്നു വന്നപ്പോൾ ഇസ്രായേലിൽ താൻ ബാലിന്റെയും അശേരയുടെ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും അതിന് യാഗം അർപ്പിക്കുകയും അതിനു മുമ്പിൽ വീണ് നമസ്കരിച്ച് ആരാധിക്കുന്ന ഒരു സാഹചര്യം ആണ് നമ്മൾ അവിടെ കാണുന്നത്. അത് മാത്രമല്ല,
സീദോന്യ രാജാവായിരിക്കുന്ന എബ്ബാലിന്റെ മകൾ ജെസബേലിനെ വിവാഹം കഴിക്കുകയും അത് മുഖാന്തരം അനേക ബാലിന്റെയും അശേരയുടെ പ്രവാചകന്മാരും പുരോഹിതന്മാരും ഇസ്രായേലിന്റെ മണ്ണിൽ അവർ വരുവാനും അനേക ജനത്തെ വഴിതെറ്റിക്കുവാനും ഇടവരുത്തുകയും ചെയ്തു. ഇസ്രായേൽ ജനത്തിന് മോശയിൽ കൂടി യഹോവയായ ദൈവം കൊടുത്ത 10 കൽപ്പനയിൽ ആദ്യത്തെ 2 കൽപ്പനയും ഡയറക്ട്ലി തെറ്റിക്കുകയാണ് ആഹാബ് ചെയ്തത്. ആദ്യത്തെ കൽപ്പനയായിരിക്കുന്ന യഹോവയായ ദൈവത്തെ അല്ലാതെ വേറെ ഒരു ദൈവത്തെയും ആരാധിക്കുവാൻ പാടില്ല. രണ്ടാമത്തെ കൽപ്പന, ഒരു വിഗ്രഹം അവരുടെ ഇടയിൽ ഉണ്ടാകുവാൻ പാടില്ല. ഈ 2 കൽപ്പനകൾ തെറ്റിച്ചുകൊണ്ടാണ് ആഹാബ് അവിടെ ഭരണം കാഴ്ചവെച്ചു വന്നത്. യഹോവയായ ദൈവം വിഗ്രഹ ആരാധന വെറുക്കുന്ന ഒരു ദൈവം. ഈ ബാലിന്റെയും അശേരയുടെയും ദൈവങ്ങളെ അവർ ആരാധിച്ചു വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിച്ചിരുന്നത് ബാലും അശേരയും അവർ ഫലപുഷ്ടിയുടെ ദൈവങ്ങളത്ര. അപ്പൊ ദൈവം ചിന്തിച്ചു, ഫലപുഷ്ടിയുടെ ഉറവിടമായിരിക്കുന്ന മഞ്ഞും മഴയും അങ്ങ് നിർത്തിക്കളയാം. അതുകൊണ്ട് പ്രവാചകനായിരുന്ന ഏലിയാവിനോട് പറഞ്ഞു, അങ്ങനെ ഒരു കൽപ്പന, അങ്ങനെ ഒരു അരുളപ്പാട് രാജാവിനോടങ്ങ് പോയി പറയാൻ. സ്വർഗത്തിലെ ദൈവം വളരെ അസൂയുള്ള ദൈവം, തെറ്റിദ്ധരിക്കരുത്. പക്ഷെ ദൈവം നമ്മൾ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ദൈവം ആയതുകൊണ്ട് തന്റെ മക്കൾ, തന്റെ ജനം തന്നെ അല്ലാതെ വേറെ എന്തിനേയും ആരാധിച്ചാൽ ദൈവം അത് വെറുക്കുന്നു, ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല. ഒരു വിഗ്രഹമായിരിക്കണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ നമ്മുടെ ജോലി ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ സ്വത്തായിരിക്കാം, സമ്പത്തായിരിക്കാം, നമ്മുടെ കഴിവോ നമ്മുടെ സൗന്ദര്യമോ, നമ്മൾ എന്തിലൊക്കെ ദൈവത്തെക്കാട്ടിലും അധികം ആശ്രയിക്കുന്നോ അത് നമ്മുടെ ജീവിതത്തിൽ വിഗ്രഹത്തിന്റെ സ്ഥാനം അത് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ദൈവം ചെയ്യാൻ പോകുന്ന ഒരു കാര്യം മാത്രമുള്ളൂ, അതിന്റെ ഉറവിടത്തെ ദൈവം അങ്ങ് അടച്ചു കളയും. അത് അടച്ചു കളയണ്ടെങ്കിൽ, ആ നന്മയുടെ വാതിലുകൾ ദൈവം അടച്ചു കളയണ്ടെങ്കിൽ നമ്മൾ ഒറ്റൊരു കാര്യം ചെയ്താൽ മാത്രം മതി. യഹോവയായ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്ത് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നമ്മൾ ആരാധിച്ച് നമ്മൾ കടന്നു വരിക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കും, ക്ഷാമം ഇസ്രായേലിൽ കടന്നു വന്നു. പക്ഷേ തന്നെ യഹോവയായ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചു വന്ന പ്രവാചകന് ഒരു നന്മയ്ക്കും ദൈവം കുറവ് വരുത്താതെ സ്വർഗത്തിലെ ദൈവം അവിടെ വലിയ വഴികൾ ദൈവം തുറന്നു കൊടുത്തു. അത് എങ്ങനെയെങ്കിലും പറഞ്ഞാൽ, സ്വർഗത്തിൽ ദൈവം പ്രവാചകനായിരുന്ന ഏലിയാവിനോട് പറഞ്ഞു, നീ ആയിരിക്കുന്ന പട്ടണത്തെ വിട്ട് കെരീത്ത് തോട്ടത്തിലേക്ക് കടന്നു പോകാം. പട്ടണത്തിൽ ക്ഷാമമാണ്, ഫുഡില്ല, ഭക്ഷണമില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു പട്ടണത്തിൽ. നോക്കണം, സ്വർഗത്തിലെ ദൈവം കെരീത്ത് തോട്ടത്തില് തനിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ചില റിസോഴ്സസ് ദൈവം ഒരുക്കി കൊടുത്തു. ഒരു ഉറവെ ദൈവം തുറന്നു കൊടുത്തു. അത് മാത്രമല്ല, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു റേവൻ കാറ്ററിംഗ് സർവീസ് എന്ന് പറയും. ദൈവം കാക്കയിൽ കൂടി ദൈവം പ്രവാചകനായിരിക്കുന്ന ഏലിയാവിന് രാവിലെയും വൈകുന്നേരവും അപ്പവും ഇറച്ചിയും ഒരുക്കി കൊടുത്തു. ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ ഫേവർ നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളെ തന്നെ ഈ ലോകത്തിൽ നമ്മൾ മാറ്റി നിർത്തണം. ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ലോകത്തിന്റെ വഴികൾ നമ്മളിൽ ഉണ്ടാകുവാൻ പാടില്ല. Cut yourself off from the environment that you are in. നീ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ നിന്നെ നീ വേർപെടുത്തി നിർത്തുക. പ്രവാചകനായിരിക്കുന്ന ഏലിയാവിനോട് ദൈവം കൽപ്പിച്ച ഒരു കാര്യം, നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെ വിട്ട് നീ കെരീത്തോട്ടത്തിന്റെ അവസ്ഥയിലേക്ക് നീ കടന്നു. ദൈവത്തിന്റെ ഹിതത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ക്ഷാമകാലത്തും ഒരു നന്മയ്ക്കും കുറവ് വരാതെ സ്വർഗത്തിലെ ദൈവം നാച്ചുറലിയും സൂപ്പർ നാച്ചുറലിയും ദൈവം പ്രൊവിഷൻസ് ഒരുക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഞാൻ ദൈവത്തിന്റെ ഹിതത്തിലാണോ ഞാൻ നിൽക്കുന്നത്? ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണോ ഞാൻ ജീവിക്കുന്നത്? ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് നീ ജീവിക്കുന്നതെങ്കിൽ ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ, നിനക്ക് ഒരു നന്മയ്ക്കും കുറവ് ഉണ്ടാകത്തില്ല. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി വാതിലുകൾ തുറക്കും, നമുക്ക് വേണ്ടി വഴികൾ ദൈവം തുറക്കും. നമ്മൾ ചിന്തിക്കാത്ത വഴികളിൽ കൂടി ദൈവം നമുക്ക് വേണ്ടി നന്മകൾ തരുവാൻ വേണ്ടി ദൈവം വിശ്വസ്തനാണ്. ഒറ്റ ഒരു കാര്യം മാത്രമുള്ളൂ, ദൈവശബ്ദം കേൾക്കുവാൻ നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കണം. ലോകത്തിൻ്റെതായ ചിന്തകളെ വെടിഞ്ഞ്, ലോകത്തിൻ്റെതായ ഹിതത്തെ വെടിഞ്ഞ് നമ്മൾ ദൈവത്തിന്റെ ഹിതത്തിനു വേണ്ടി നമ്മളെ തന്നെ
കീഴ്പ്പെടുത്തി ഏൽപ്പിച്ചു നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി നൽകി തരുവാൻ വിശ്വസ്തനാണ്. ഇന്നത്തെ ഈ വചനങ്ങൾ കൊണ്ട് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. ഗോഡ് ലവ്സ് യു സോ മച്ച്. ദൈവം നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന ഒറ്റൊരു കാര്യം, തന്റെ ജനം തന്നെയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും തന്നെയും സ്നേഹിക്കണമെന്ന്. ഒരിക്കലും ഒരു നന്മയ്ക്കും നിങ്ങൾക്ക് കുറവുണ്ടാകത്തില്ല. ക്ഷാമകാലത്തും പോറ്റുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. വിശ്വസിക്കുക, നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണും. സോ ഗോഡ് ബ്ലെസ് യു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ ഇൻ ദ ലോർഡ്. I'm from Bangladesh. I'm working with the Assemblies of God in Dhaka City, Mirpur, and also working as a chairman, Northern Division of Bangladesh Assemblies of God. Thank you so much for hearing me. I'd like to share about our situation. As you know, all over the world going through the difficulties because of the COVID-19 pandemic. Really, all over the world stuck down. We become locked down because of the virus, and many way people are suffering. In Bangladesh already until 15 May, 18,863 people confirmed cases, and death already 283 people. 3,361 people they recovered, and day by day coronavirus infection increasing, and people are still in lockdown. Many more people are suffering. Those who are daily labor, they are suffering very badly. As a Dhaka city rickshaw puller and many day labor people are looking some help. In village area also, many people are suffering about the food security, and we need prayer for our pastors. As I am belong to Assemblies of God and taking care in the northern part of Bangladesh, 100 over churches there, and church people are suffering. Many church people, they are newly came to Christ, and because of that, sometimes they are not able to get the relief from the government. So we have big responsibility for the new believers to help them, to feed them. Keep us in your prayer. Thank you so much for hearing me. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയപിതാവേ, ഒരു പ്രാവശ്യയുടെ കർത്താവിൻ്റെ സാന്നിധ്യം ഒരുപ്പാൻ ദൈവം തോന്നുന്നൊരു വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. എൻ്റെ പൊന്നു പിതാവേ, ദൈവമേ, അനേകർ കർത്താവ് ഈ പകൽക്കാലം കാണാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ഒരിക്കൽ കൂടി കർത്താവേ ദൈവമേ ഒരു ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനായി കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. എൻ്റെ കർത്താവേ ദൈവമേ, ഈ ഒരു അവസരത്തിലപ്പാ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ബംഗ്ലാദേശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവേ ദൈവമേ. അപ്പാ ദൈവമേ കർത്താവെ അവിടെ പാസ്റ്റേഴ്സിനെയും അവിടുത്തെ ക്രിസ്ത്യൻ ബിലീവേഴ്സിനെയും ദൈവമേ അങ്ങയുടെ തന്നെ തരുന്നു കർത്താവെ ദൈവമേ. ഒരു തുടർച്ചയായിട്ടുള്ള കർത്താവെ പീഡനങ്ങളിലൂടെ കർത്താവെ കടന്നു പോകുന്നപ്പാ. കർത്താവേ ദൈവമേ, ഏത് പ്രതികൂല സാഹചര്യത്തിലും അങ്ങേ മുറുകെ പിടിച്ച് കർത്താവേ ദൈവമേ അങ്ങയുടെ മാറോടണഞ്ഞ് ജീവിക്കാനുള്ള കൃപ അവർക്ക് അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ. അങ്ങയുടെ സ്ട്രെങ്താൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവിടുത്തെ ഓരോ പാസ്റ്റേഴ്സിനെയും ഓരോ ബിലീവേഴ്സിനെയും കർത്താവേ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ ദൈവമേ. കർത്താവേ അതുപോലെ ഞങ്ങൾ അവിടുത്തെ ടീനേജേഴ്സിനെയും കർത്താവേ ദൈവമേ യൂത്തിനെയും അങ്ങയുടെ തന്നെ തരുന്ന കർത്താവേ ദൈവമേ. അപ്പാ കർത്താവേ ഒരു മയക്കുമരുന്നിൻ്റെ അടിമത്തത്തിലേക്കൊന്നും കടന്നു പോകാൻ ദൈവമേ അങ്ങ് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ. മയക്കുമരുന്നിൻ്റെയൊക്കെ അടിമത്തത്തിലുള്ളവർക്കും കർത്താവേ ദൈവമേ അവർക്ക് വേണ്ടി പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ. അപ്പാ അവരോട് അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് നിറച്ച കർത്താവേ ദൈവമേ. കർത്താവേ ദൈവമേ അങ്ങയുടെ വഴിയിലേക്ക് സഞ്ചരിക്കാനുള്ള കൃപ കർത്താവേ ദൈവമേ അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ. കർത്താവേ അനേക കർത്താവേ ടീനേജേഴ്സിനും അനേക യൂത്തിനും കർത്താവേ ദൈവമേ ഒരു മാതൃകയായി അവരെ അങ്ങ് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ ദൈവമേ. പ്രത്യേകാൽ കർത്താവേ അവിടുത്തെ കർത്താവേ രാഷ്ട്രീയ നേതാക്കൾക്കും വേണ്ടി കർത്താവേ ദൈവമേ അവിടുത്തെ ഭരണാധികാരികൾക്കും
വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവേ. അങ്ങയുടെ പരിജ്ഞാനത്താൽ കർത്താവെ, അങ്ങയുടെ വിശുദ്ധത്താൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ദൈവമേ കർത്താവെ അവിടുത്തെ സാഹചര്യങ്ങൾ കർത്താവെ ദൈവമേ പ്രതീക്ഷിക്കാതെയും കർത്താവ് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കർത്താവ് കണ്ടീഷൻസ് അല്ലല്ലോ ദൈവമേ അപ്പോൾ ബംഗ്ലാദേശിൽ എൻ്റെ കർത്താവ് ദൈവമേ ആ സാഹചര്യത്തിലും കർത്താവ് ദൈവമേ ആ രാജ്യത്തെ കർത്താവ് ദൈവമേ ഭരിപ്പാനുള്ള ഒരു കൃപ ദൈവമേ അവിടുത്തെ ഭരണാധികാരികൾക്ക് അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. കർത്താവെ വീണ്ടും ബംഗ്ലാദേശിലെ ക്രിസ്ത്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ദൈവമേ. ഒരു ഉറപ്പുള്ള ക്രിസ്ത്യൻ ജീവിതം നയിപ്പാൻ കർത്താവെ അവരുടെ വിശ്വാസത്തെ അങ്ങ് വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ കർത്താവേ ദൈവമേ. അതുപോലെ കർത്താവെ സുവിശേഷം എത്താത്ത ഗ്രാമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവമേ, അവിടെ സുവിശേഷം എത്തുവാൻ അനേകർ അങ്ങ് സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ജലത്തിലൊരു സാക്ഷിയാകുവാൻ കർത്താവെ ദൈവമേ അപ്പാ അങ്ങ് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അനേക മിഷണറിമാരെയും അനേക പാസ്റ്റേഴ്സിനെയും കർത്താവെ ബംഗ്ലാദേശിൽ നിന്ന് അങ്ങ് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ബംഗ്ലാദേശിനെ മുഴുവനായി ആ രാജ്യത്തെ മുഴുവനും അങ്ങയുടെ തന്നെ തരുന്ന കർത്താവെ ദൈവമേ അപ്പാ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വീണ്ടും ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ രാജ്യം, ഞങ്ങളുടെ സംസ്ഥാനത്തെ അങ്ങയുടെ തന്നെ തരുന്ന കർത്താവേ ദൈവമേ അപ്പാ. ഞങ്ങളുടെ രാജ്യത്തിന് അങ്ങയുടെ തന്നെ തരുന്ന കർത്താവേ. ഞങ്ങളുടെ ഭരണാധികാരികളെ അങ്ങയുടെ തന്നെ ഏൽപ്പിക്കുന്നപ്പാ. എൻ്റെ കർത്താവേ ദൈവമേ ഈ മഹാമാരി കർത്താവെ ഞങ്ങളുടെ രാജ്യത്തും കർത്താവെ പടർന്ന് പിടിക്കുന്നല്ലോ ദൈവമേ അപ്പാ. എൻ്റെ കർത്താവേ ദൈവമേ ഒരു ഇറ്റലിയോ കർത്താവ് ഒരു സ്പെയിനോ ദൈവമേ അപ്പാ, ഒരു അമേരിക്കയോ കർത്താവ് ഒരു ലണ്ടനോ ഞങ്ങളുടെ രാജ്യമായി തീരുവാൻ ദൈവമേ അങ്ങ് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. എൻ്റെ കർത്താവേ ദൈവമേ അഫക്റ്റഡ് ആകുന്ന കേസുകളെ ദൈവമേ അങ്ങ് കുറയ്ക്കണേ കർത്താവേ. ഡെത്ത് റേറ്റ്സിനെ അങ്ങ് കുറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവമേ. അങ്ങേ കൊണ്ട് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ അപ്പാ. മനഃപൂർവ്വമായിട്ട് കർത്താവേ ദൈവമേ അപ്പാ ഞങ്ങളോടെല്ലാം അങ്ങ് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ ദൈവമേ അപ്പാ. ഞങ്ങളുടെ രാജ്യത്തെ കർത്താവേ ദൈവമേ ഹെൽത്ത് വർക്കേഴ്സിനെയും ദൈവമേ അപ്പാ പോലീസ് ഓഫീസേഴ്സിനെയും അഡ്മിനിസ്ട്രേഷൻ ഓഫീസേഴ്സിനെയും ഒക്കെ ദൈവമേ അങ്ങയുടെ തന്നെ തരുന്ന കർത്താവേ ദൈവമേ അവിടെ അവരെയൊക്കെ ദൈവമേ അങ്ങയുടെ പരിജ്ഞാനത്താൽ അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ. ഞങ്ങളുടെ രാജ്യത്തെ 28 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ. പ്രത്യേക ഞങ്ങളുടെ സംസ്ഥാനത്തെ അങ്ങയുടെ തന്നെ തരുന്ന കർത്താവേ. ഓരോ ദിവസവും കർത്താവേ ദൈവമേ അപ്പാ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ കർത്താവേ കൂടുന്നല്ലോ ദൈവമേ അപ്പാ. ഈ ദിവസങ്ങളിൽ അതങ്ങ് കുറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ കർത്താവേ ദൈവമേ. ഞങ്ങളുടെ സംസ്ഥാനത്തെ കർത്താവേ അങ്ങയുടെ തന്നെ തരുന്നപ്പാ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഞങ്ങളുടെ ആരോഗ്യമന്ത്രി കർത്താവേ ദൈവമേ അപ്പാ, ഞങ്ങളുടെ IAS ഓഫീസേഴ്സ് കർത്താവേ ദൈവമേ, പോലീസ് മേധാവികളെല്ലാം അങ്ങയുടെ തന്നെ തരുന്ന കർത്താവേ ദൈവമേ. അവരെല്ലാം അങ്ങയുടെ പരിജ്ഞാനത്താൽ അങ്ങ് നിറയ്ക്കണമേ കർത്താവെ. അങ്ങ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവമേ. ഹെൽത്ത് വർക്കേഴ്സിനെയും ഡോക്ടേഴ്സിനെയും നഴ്സുമാരെല്ലാം ദൈവമേ അങ്ങയുടെ തന്നെ തരുന്ന പിതാവേ. വീണ്ടും എല്ലാ വിഷയങ്ങളും അങ്ങ് തന്നെ ഏൽപ്പിക്കുന്ന അപ്പച്ചാ. ഈ ദിവസങ്ങളിൽ കർത്താവേ ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങൾക്കും ദൈവമേ അപ്പാ മറുപടി കിട്ടിയെന്ന് കർത്താവെ കേൾക്കുവാൻ കർത്താവേ അങ്ങ് കൃപ വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും എല്ലാ വിഷയങ്ങളും അങ്ങ് തന്നെ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. പ്രാർത്ഥനയാചന കിട്ടണേ. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് നാം ഇന്ന് കേട്ടത്. അതെ, തീർച്ചയായിട്ടും നമ്മുടെ ദൈവം ഒരു സൂപ്പർ നാച്ചുറലി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹീസ് എ സൂപ്പർ നാച്ചുറൽ ഗോഡ്. അസാധാരണമായത് മാത്രം ചെയ്യുന്ന ദൈവം. ആ ദൈവത്തെ തന്നെ നമുക്ക് മുറുകെ പിടിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു പിതാവേ. അടിയൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു, ഇന്ന് ഈ ഓൺലൈൻ മോർണിംഗ് പ്രയറിൽ പങ്കാളികളായിരിക്കുന്ന നിന്റെ ഓരോ പ്രിയ മക്കളെയും സമർപ്പിക്കുന്നു കർത്താവേ. ഇന്ന് ഭവനങ്ങൾക്കകത്തങ്ങ് ഒരു അത്ഭുതം ചെയ്യണമേ. ഇന്ന് കർത്താവേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളുടെ ജീവിതത്തിന്റെ അവസ്ഥകൾക്കൊരു ഭേദം വരുത്തണമേ കർത്താവേ. അവരുടെ ബുദ്ധിമുട്ടുകളെ അങ്ങ് മാറ്റണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതുവഴികളെ അങ്ങ് തുറക്കണമേ യേശുവിന്റെ നാമത്തിൽ. ജോലിയിൽ ഭാരപ്പെടുന്നവരെ കർത്താവേ അങ്ങ് അവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമേ കർത്താവേ. ഭവനങ്ങൾക്കകത്ത് വേവലാതിയോടെ, വേദനയോടെ, ഹൃദയത്തിൽ നുറുക്കത്തോടെ ഇരിക്കുന്നവരെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. ഇന്ന് കർത്താവേ അങ്ങയുടെ കരം വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രവർത്തിച്ചു കൂടാൻ കഴിയാതെ വണ്ണം അങ്ങയുടെ കരം കുറുകി പോയിട്ടില്ലല്ലോ. കേൾക്കാൻ കഴിയാതെ വണ്ണം അങ്ങയുടെ കാത് ബന്ധമായിട്ടുമില്ലല്ലോ. ഞങ്ങളെ ഇന്നങ്ങ് ഒരിക്കൽ കൂടി ഓർപ്പിച്ചതിനായി നന്ദി. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണെന്ന്, അങ്ങ് അത്ഭുത മന്ത്രിയാണല്ലോ. ഞങ്ങൾ അങ്ങയെ മഹിമപ്പെടുത്തുന്നു. പ്രാർത്ഥന കേട്ട് വിടുതലയച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അതെ, തീർച്ചയായിട്ടും ഇന്ന് വിശ്വസിക്കുക. ഇന്ന് നമ്മൾ അത്ഭുതങ്ങൾ കാണും. ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. നമുക്ക് വേണ്ടി പുതുവഴികളെ ദൈവം തുറക്കും. ആമേൻ. ഗോഡ് ബ്ലസ് യു. നാളെ രാവിലെ നമുക്ക് വീണ്ടും കാണണം മോർണിംഗ് പ്രയറിനായി 7 മണിക്ക്.